ഇന്നും ഒരു കൊങ്കിണി റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും. ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ അറിയാമെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഗജ് ബജ് എന്നാണ് ഈ കറിയുടെ പേര്. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളെന്ന് നോക്കാം. 7-8 ചേമ്പില തെറുത്ത് നല്ലതുപോലെ കെട്ടിവെച്ചത്, പിന്നെ അച്ചിങ്ങ പയർ, പിന്നെ ചേമ്പിൻ്റെ തന്നെ തണ്ടാണ് താളെന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ചേമ്പ് കണ്ടിച്ചേമ്പാണ്, പിന്നെ ഏത്തക്കയുടെ തൊലി, പച്ച ഏത്തക്കയുടെ തൊലിയാണ്. ചേമ്പിലേപ്പത്തിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ചേമ്പിൻ്റെ ഇലയും താളും കേട്ടോ, താളെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ട് വെള്ളം തിളപ്പിച്ചിട്ട് എല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. ഞാനൊരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, മണവും കിട്ടും ഗുണവും കിട്ടും. അപ്പോൾ നല്ലതുപോലെ വെന്തോന്ന് അറിയാൻ വേണ്ടി ഏറ്റവും വേവുള്ളത് ചേമ്പാണ്. അപ്പോൾ ചേമ്പ് വെന്തോന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ വെന്ത് കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങയുടെ ഇവിടെ വറ്റൽമുളക് മാത്രമേ ഉള്ളൂ, നല്ല എരിവൊക്കെ വേണം കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആരമ്പുള്ളി അരിഞ്ഞതിടാം. ആരമ്പുള്ളി ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ അമ്പഴങ്ങ കൂടി ഇടിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ഇട്ട് ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇവനെ കടുക് അങ്ങോട്ട് താളിക്കുക. കടുക്, ഉലുവ, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്.